ദുര്യോധനൻ പറഞ്ഞു. സൈന്യത്തെ സജ്ജരാക്കുക. നമ്മൾ മത്സ്യദേശത്തെ ആക്രമിക്കാൻ പോവുകയാണ്. സുശർമ്മ രാജൻ നയിക്കുന്ന ത്രികർത്ത ദേശത്തിന്റെ സൈന്യം മത്സ്യദേശത്തെ തെക്ക് ദിശയിൽ നിന്നും ആക്രമിക്കുക. ആ ആക്രമണത്തെ നേരിടുവാൻ വിരാടനും സൈന്യവും മത്സ്യദേശത്തിന്റെ തെക്കേ അതിർത്തിയിലേക്ക് പോകുമ്പോൾ ഞാൻ ശക്തമായ സൈന്യവുമായി സർവ്വസന്നാഹത്തോടെ മത്സ്യദേശത്തെ വടക്ക് ദിശയിൽ നിന്നും ആക്രമിക്കും. പാണ്ഡവർ മത്സ്യദേശത്ത് ഒളിച്ചു താമസിക്കുകയാണെങ്കിൽ അവർ പുറത്തു വന്ന് വിരാടരാജനെ സഹായിച്ചാലേ മതിയാവൂ എന്ന അവസ്ഥ വന്നു ചേരും. ധർമ്മത്തെപ്പറ്റി എപ്പോഴും പാടി നടക്കുന്ന യുധിഷ്ഠിരൻ എങ്ങനെയാണ് തനിക്ക് അഭയം തന്ന വിരാടനെ ഈ അവസ്ഥയിൽ കൈയൊഴിയുക? പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞു. അവന് അതിന് കഴിയില്ല. അവനും അവന്റെ സഹോദരങ്ങളും പുറത്തു വരും. അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും. എലിയെ പുകച്ച് മാളത്തിൽ നിന്നും പുറത്തു ചാടിക്കുന്നത് പോലെ ഞാൻ അജ്ഞാതവാസം നയിക്കുന്ന പാണ്ഡവരെ പുറത്തു കൊണ്ടുവരും. ഇനി അഥവാ പാണ്ഡവർ മത്സ്യദേശത്ത് ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം വിരാടദേശത്തിന്റെ സമ്പത്തും ഐശ്വര്യവും നമ്മളിലേക്ക് വന്നു ചേരും ഈ ആക്രമണത്തിലൂടെ. എല്ലാവരും ഉടൻ തന്നെ യുദ്ധത്തിനായി തയ്യാറെടുത്തുകൊള്ളുക.